കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരികയും കമ്മ്യൂണിസം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണിയാറിലെ മതവിശ്വാസികൾക്ക് തങ്ങളുടെ മതത്തെ അവർ ഇല്ലാതാക്കുമോ എന്ന പേടിക്ക് കാരണമാകുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ വേണ്ടി അവർ ഒരു ചട്ടമ്പിയെ പള്ളിയുടെ രക്ഷകനായി നിയമിക്കുന്നു. അയാൾ ആ നാട്ടിൽ വന്ന ശേഷം അവിടുത്തുകാർക്കും നാടിനും വരുന്ന മാറ്റങ്ങളും അവരുടെ നാട് പിടിച്ചടക്കാൻ വരുന്ന ആളുകളോട് നാട്ടുകാരെല്ലാം ഒരുമിച്ച് പോരാടുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയിൽ നമ്മുടെ ചട്ടമ്പിയുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയും കാണാം. ഇനി നമുക്ക് കഥയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ 1930 കാലഘട്ടമാണ് കാണിക്കുന്നത്. കേരള കർണാടക ബോർഡറിലുള്ള ഒരു ഗ്രാമത്തിലെ മണ്ടിഗേരി മലബാർ പാലസ് എന്ന കൊട്ടാരം നമുക്ക് കാണാം. ആ കൊട്ടാരത്തിൽ ചെറിയ തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരായ ആളുകളെ തല്ലിച്ചതയ്ക്കുകയാണ്. അവർ ചെയ്ത ചെറിയ തെറ്റിനാണ് ഇങ്ങനെ അവരെ ഉപദ്രവിക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാർ കുതിരപ്പുറത്ത് അവിടേക്ക് വരുന്നുണ്ട്. അവിടേക്ക് വന്ന ബ്രിട്ടീഷ് കളക്ടർ ചെറിയ തമ്പുരാന്റെ അടുത്തൊരു ലെറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് ആ കൊട്ടാരത്തിലെ വലിയ തമ്പുരാനായ പട്ടേലാർ കുഞ്ഞമ്പു നമ്പ്യാരെ കാണാൻ അനുവാദം ചോദിക്കുന്നു. പക്ഷേ കുഞ്ഞമ്പു നമ്പ്യാരെ കാണാൻ ബ്രിട്ടീഷ് കളക്ടറെ അനുവദിക്കുന്നില്ല. ചെറിയ തമ്പുരാൻ കുഞ്ഞമ്പു നമ്പ്യാർക്ക് ആ ലെറ്റർ കൊണ്ടു കൊടുക്കുകയാണ്. ആ ലെറ്റർ ചന്ദ്രഗിരി പുഴയോട് ചേർന്ന വനഭൂമിയെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. ആ ഭൂമി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറേണ്ട സമയമായിട്ടും കൈമാറാത്ത കൊണ്ട് നമ്പ്യാർക്കെതിരെയുള്ള അന്ധവിശ്വാസമായിരുന്നു കത്തിനുണ്ടായിരുന്നത്. ഇത് വായിച്ച നമ്പ്യാർ അതിനു പിറകിൽ ഒരു മറുപടി എഴുതി കൊടുക്കുന്നുണ്ട്. ചെറിയ തമ്പുരാൻ ആ കത്ത് ബ്രിട്ടീഷ് കളക്ടർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ മറുപടി വായിച്ച ശേഷം ബ്രിട്ടീഷ് കളക്ടർ അവിടെ നിന്ന് ഭയപ്പെട്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അവിടെ നിന്ന് സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു അമ്പലത്തിൽ കേളു എന്നൊരാൾ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ അയാളുടെ ഭാര്യയും മകൾ സീതയും അയാളുടെ നാടകം കാണാൻ എത്തിയിരുന്നു. അവിടേക്ക് ആ നാട്ടിലെ പള്ളിയിലെ അച്ഛനും വരുന്നുണ്ട്. അവിടുത്തെ നാടകം കഴിഞ്ഞ ശേഷം അച്ഛനും കേളുവിന്റെ കുടുംബവും രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ 5 പേരെ ആരോ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കാണുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ആ പള്ളിയിലച്ഛൻ ശവശരീരങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. അവിടെ തൂങ്ങി നിന്ന സ്ത്രീയുടെ ശരീരത്തിൽ കെട്ടിവെച്ച നിലയിൽ ഒരു കുട്ടിയെ അവർക്ക് കിട്ടുന്നു. ആ കുട്ടിയെ കണ്ടതും സീതയ്ക്ക് ആ കുട്ടിയെ വളരെയധികം ഇഷ്ടമാകുന്നുണ്ട്. അവൾ ആ കുട്ടിയെ നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് കേളുവിന്റെ കുടുംബം ആ കുട്ടിയെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1957 കേരളത്തിലെ തിരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരണത്തിലെത്തുന്നു. ആ സർക്കാർ ഒരു ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവരുന്നു. അത് കാരണം കുറച്ചുപേർ സർക്കാരിനെതിരായി. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ വിവിധ ജാതി മത സംഘടനകൾ സമരം നടത്തി. ആ സമരമാണ് വിമോചന സമരം എന്നറിയപ്പെടുന്നത്. അടുത്ത സീനിൽ ഇടുക്കി ജില്ലയിലെ കാണിയാറാണ് കാണിക്കുന്നത്. കാണിയാറിലൂടെയാണ് അമരാവതി പുഴ ഒഴുകുന്നത്. ആ പുഴയ്ക്കക്കരെയാണ് കുന്നുംപുറം എന്നൊരു സ്ഥലമുള്ളത്. അവിടെ മുഴുവൻ കുടിയേറ്റക്കാരാണ്. കുരുന്നന്മാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞാലാണ് തരിയോട്ടുമലയുള്ളത്. തരിയോട്ടുമല കാണിയാറുകാർക്കൊരു സാത്താൻ മലയാണ്. അവിടെ പ്രേതബാധയുണ്ടെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. കാണിയാറിൽ ക്രൈസ്തവ മതവിശ്വാസികളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ സ്വാധീനം വർദ്ധിച്ചത് ഈശ്വര വിശ്വാസികളായ ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാണിയാറിന്റെ ആത്മാവാണ് കുരിശുമല. അവിടെയാണ് അവർ പുതിയ ചർച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ അവിടെ ഒരു കൊടി നാട്ടി ആ സ്ഥലം അവർ സ്വന്തമാക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ കാര്യമായ അമർഷം കാണിയാറിലെ ക്രൈസ്തവ മതവിഭാഗക്കാർക്കുണ്ട്. കാണിയാർ പള്ളിയിലെ അച്ഛൻ തന്റെ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുമെന്നും തങ്ങളുടെ മക്കളെ അവരെ പോലെ ആക്കുമെന്നും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പോരാടണമെന്നും പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും ഈശ്വരവിശ്വാസികളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് തന്നെ നടക്കുന്നുണ്ട് കാണിയാറിൽ. കമ്മ്യൂണിസം ദൈവത്തിന്റെ ശത്രുവാണെന്നും കമ്മ്യൂണിസ്റ്റുകാർ ആരാധനാലയങ്ങൾ തകർത്തവരെ നശിപ്പിക്കുമെന്നും കാണിയാർ അച്ഛൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം ജോർജ് എന്ന ആള് അങ്ങാടിയിലിട്ട് കുറെ പേരെ തല്ലുകയാണ്. അവന്റെ കട പൂട്ടിയതിന് ദേഷ്യം വന്നാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും പള്ളിയിലച്ഛൻ വന്ന് താനാണ് മുറി പൂട്ടിയതെന്നും ആ കടമുറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്നും പറഞ്ഞു. എന്നിട്ട് ആ പൂട്ടിയ മുറിയുടെ താക്കോൽ ജോർജിന് കൊടുത്ത് അയാളെ സമാധാനിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒറ്റക്കെട്ടായി ഇരിക്കണമെന്ന് ജോർജിനോട് അച്ഛൻ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് അച്ഛനും നാട്ടുകാരും അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ ജോർജ് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കൊടി എടുത്തു കൊണ്ടുപോയി വിശുദ്ധ പ്രതിമയുടെ മുന്നിൽ കുത്തുന്നു. എന്നിട്ട് താൻ ഇനി മുതൽ കമ്മ്യൂണിസ്റ്റ് ആയെന്നും താൻ കുത്തിയ കൊടി ആരെങ്കിലും തൊട്ടാൽ ആ കൈ വെട്ടുമെന്നും ജോർജ് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. കാണിയാർ ഗ്രാമത്തിലെ പ്രമുഖന്മാരെല്ലാവരും കൂടെ പള്ളിയിൽ ഒരു മീറ്റിംഗ് കൂടുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ശല്യം കൂടുന്നതുകൊണ്ട് എല്ലാ ഇടവകളിലും ഒരു പ്രതിരോധ സേന രൂപീകരിക്കുന്നതിനെ പറ്റിയാണ് ആ മീറ്റിംഗ്. അവരുടെ ഇടവകയിലെ ചെറുപ്പക്കാർക്ക് കായിക പരിശീലനം കൊടുത്തൊരു സേന ഉണ്ടാക്കാനാണ് പ്ലാൻ. അതിനെ ക്രിസ്റ്റഫർ സേന എന്നാണ് പറയുന്നത്. ആ സേനയെ നയിക്കാൻ ഒരു ക്രിസ്റ്റഫറിനെ ഇടവകയ്ക്ക് വേണമായിരുന്നു. ജോർജിനെ ക്രിസ്റ്റഫർ ആക്കാമെന്നായിരുന്നു പള്ളിയിലച്ഛൻ വിചാരിച്ചത്. പക്ഷേ ജോർജ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റായ സ്ഥിതിക്ക് അങ്ങനെ അടിത്തടിയൊക്കെ അറിയാവുന്ന ഒരാളെ ആ സഭയ്ക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരാളെ തേടി ഇടവകയുടെ കൊച്ചച്ഛനും പള്ളിയുടെ ട്രസ്റ്റിയും ആദ്യമേ പുറപ്പെട്ടിരുന്നു. ചട്ടമ്പിയെ തേടി പോയവർ തോമാപുരത്തെത്തുന്നുണ്ട്. അവർക്കൊരു സത്യക്രിസ്ത്യാനിയായ ചട്ടമ്പിയെ തന്നെയാണ് ആവശ്യം. തോമാപുരത്തെ പള്ളിയിലെ അച്ഛൻ ചട്ടമ്പിയെ കാണാൻ വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കുട്ടികളുടെ കൂടെ മുങ്ങാങ്കുഴിയിട്ട്
കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണപിള്ള. തോമാപുരത്തെ അച്ഛൻ കൃഷ്ണപിള്ളയെ കാണിച്ചുകൊണ്ട് ഇവനാണ് ചട്ടമ്പി എന്ന് കാണിയാറുകാരുടെ അടുത്ത് പറയുന്നു. കൃഷ്ണപിള്ളയെ കണ്ട കാണിയാറിൽ നിന്ന് വന്നവർക്ക് ഇയാളെ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ എതിരിടാൻ സാധിക്കുമെന്നൊരു സംശയം തോന്നാതില്ല. തോമാപുരത്തെ അച്ഛൻ കാണിയാറിൽ പോയി ആ നാട്ടുകാരുടെ ക്രിസ്റ്റഫറായി അവരെ സംരക്ഷിക്കാൻ കൃഷ്ണപിള്ളയുടെ അടുത്ത് പറയുന്നു. കാണിയാറുകാർക്ക് ക്രിസ്ത്യാനിയായ ഒരു ചട്ടമ്പിയെ തന്നെയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് കൃഷ്ണപിള്ളയുടെ പേര് മാറ്റി പോത്തൻ ക്രിസ്റ്റഫർ എന്നൊരു പേര് പറയാൻ തോമാപുരത്തെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്. കൃഷ്ണപിള്ളയും കൂട്ടുകാരനായ സാലിയും കാണിയാറുകാരുടെ കൂടെ ബസ്സിൽ പുറപ്പെടുകയാണ്. ബസ്സിന്റെ മുന്നിൽ ഒരു പശു വന്നതുകൊണ്ട് ഡ്രൈവർ ബ്രേക്ക് പിടിക്കുകയും അത് കാരണം ഒരു പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ പേര് സീത എന്നാണ്. അപ്പോൾ കൃഷ്ണപിള്ളയ്ക്ക് തന്റെ സഹോദരിയായ സീതയെ ഓർമ്മ വരുന്നു. ഇതിൽ നിന്ന് കൃഷ്ണപിള്ള കുറെ വർഷങ്ങൾക്ക് മുന്നേ കാട്ടിൽ നിന്ന് കിട്ടിയ കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാണിയാറിലെത്തിയ ഉടനെ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി ഒരു വൈദ്യന്റെ അടുത്തേക്ക് കൃഷ്ണപിള്ള കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും കൃഷ്ണപിള്ളയെ സ്വീകരിക്കാൻ വേണ്ടി കാണിയാറിലെ പള്ളിയിലച്ഛനും അവിടെ എത്തുന്നു. കൃഷ്ണപിള്ള ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ചാണ് കാണിയാർ അച്ഛൻ അവനെ സ്വീകരിക്കുന്നത്. കാണിയാർ അച്ഛൻ അവന്റെ അടുത്ത് കാണിയാറിനെ കുറിച്ച് വിവരിക്കുകയാണ്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കുത്തിയ കൊടികൾ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ കൃഷ്ണപിള്ള പോയി ജോർജ് പുണ്യാളന്റെ മുന്നിൽ കുത്തിയ കമ്മ്യൂണിസ്റ്റ് കൊടി ഊരിയെടുക്കുകയാണ്. ഇത് കണ്ട എല്ലാവരും കൃഷ്ണപിള്ളയെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. കൊടി ഊരിയെടുത്ത ഉടനെ ജോർജ് കൃഷ്ണപിള്ളയെ വന്ന് ചവിട്ടുന്നുണ്ട്. കൃഷ്ണപിള്ള ജോർജിനെയും അയാളുടെ ആളുകളെയും അടിച്ചു തോൽപ്പിക്കുകയാണ്. ഇത് കണ്ട അച്ഛനും നാട്ടുകാരും കൃഷ്ണപിള്ളയെ കൈയടിച്ച് അനുമോദിക്കുന്നു. അടുത്ത ദിവസം കാണിയാർ അച്ഛൻ അവനെ പള്ളിയുടെ ക്രിസ്റ്റഫറായി ഔദ്യോഗികമായി നിയോഗിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ യുവാക്കളെല്ലാം ക്രിസ്റ്റഫർ സേനയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കാൻ തുടങ്ങുകയാണ്. കൃഷ്ണപിള്ള ജാതി മതം നോക്കാതെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പെൺകുട്ടികളും അവന്റെ അടുത്തു നിന്ന് അടിതടികൾ പഠിക്കുന്നുണ്ട്. കുരിശുമലയിൽ കമ്മ്യൂണിസ്റ്റുകാർ നാട്ടിയ കൂടി കൃഷ്ണപിള്ള വലിച്ചൂരിക്കളഞ്ഞു. അത് ചോദിക്കാൻ വന്നവരെ അവൻ അടിച്ചോടിക്കുന്നുമുണ്ട്. ഒരു വലിയ ക്രിസ്റ്റഫർ ആർമിയെ തന്നെ അവൻ വാർത്തെടുക്കുകയാണ്. കാണിയാറുകാർക്ക് അവൻ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. അവിടെ നിന്ന് സീൻ കട്ടായി അടുത്തത് ഈപ്പൻ ഡാനിയൽ എന്ന എക്സ് അഡീഷണൽ ഹോം സെക്രട്ടറിയുടെ വീടാണ് കാണിക്കുന്നത്. ഈപ്പൻ ഡാനിയൽ ഐജിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ തരംഗം കാരണം വിമോചന സമരക്കാരെയും ക്രിസ്റ്റഫർ സേനയെ നിയന്ത്രിക്കാൻ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. കാണിയാറിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് രേണു രമണ്ണയെ നിയോഗിക്കണമെന്ന് ഈപ്പൻ ഐജിയോട് പറയുന്നു. രേണു രമണ്ണ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾ ഇന്ത്യ ഒട്ടാകെ ലഹളകൾ നടത്തി ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കാണിയാറിൽ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുന്നതിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടാകുമല്ലോ. തീർച്ചയായും ഉണ്ട്. അത് നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. ഇതേ സമയം കാണിയാറിൽ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാണിയാർ അച്ഛൻ ഈ നാടകം മയക്കുമരുന്ന് പോലെയാണെന്നും ഇത് കണ്ടവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആവുകയാണെന്നും പറയുന്നു. അതുകൊണ്ട് ഈ നാടകം ഇവിടെ കളിക്കാൻ പാടില്ല എന്ന് കൃഷ്ണപിള്ളയോട് പറയുന്നുണ്ട്. ഈ നാടകം കാണിയാറിൽ അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് കൃഷ്ണപിള്ള പള്ളിയിലച്ഛന് വാക്കുകൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണപിള്ളയും സാലിയും കൂടെ നാടകം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. നാടകം നടക്കുന്നതിനിടയിൽ തോട്ട എറിയാനാണ് അവരുടെ പ്ലാൻ. ആ നാടകത്തിലെ പ്രമുഖ നടി കാണിയാറിലെ തന്നെ റെബേക്ക എന്നൊരു പെൺകുട്ടിയാണ്. നാടകം തുടങ്ങുന്നതിന് മുന്നേ റെബേക്കയെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുതലാളി തട്ടിക്കൊണ്ടുപോവുകയാണ്. അത് കണ്ട കൃഷ്ണപിള്ള സൈക്കിളിൽ അവരുടെ ജീപ്പിന് പിന്നാലെ പോകുന്നു. റെബേക്കയെ പിടിച്ചുകൊണ്ടുപോയ മുതലാളിയെ കൃഷ്ണപിള്ള അടിച്ചോടിക്കുന്നുണ്ട്. കൃഷ്ണപിള്ള റെബേക്കയെ കാണുന്നില്ലെങ്കിലും അവൾ അവനെ കണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ റെബേക്കയെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ എന്തിനാണ് അവളെ രക്ഷിക്കാൻ പോയതെന്ന് അച്ഛനും കൂട്ടരും വന്ന് ചോദിക്കുന്നു. അവളെ രക്ഷിച്ചില്ലെങ്കിൽ മരിച്ചു മുകളിലേക്ക് പോകുമ്പോൾ ദൈവം ചോദിക്കും, അതുകൊണ്ടാണ് രക്ഷിച്ചതെന്ന് കൃഷ്ണപിള്ള പറഞ്ഞു. ആ ദിവസം കുരിശുമലയിൽ അവർ നാടകം കളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതറിഞ്ഞ കൃഷ്ണപിള്ള ഇത് KPSCയുടെ കാണിയാറിലെ അവസാന നാടകമാണെന്ന് പറയുന്നു. ആ നാടകം അലമ്പാക്കാൻ വേണ്ടി കൃഷ്ണപിള്ളയും സാലിയും അവിടെ എത്തുന്നു. തന്നെ രക്ഷിച്ച കൃഷ്ണപിള്ളയെ തിരിച്ചറിഞ്ഞ റെബേക്ക കൃഷ്ണപിള്ളയെ കണ്ട് നന്ദി പറയാൻ അവന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവളെ കാണാൻ വേണ്ടി കുറെ ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണപിള്ളയും റെബേക്കയും സ്റ്റേജിലേക്ക് പോയി സംസാരിക്കുന്നു. റെബേക്കയുടെ നാടകം കാണാൻ ഇത്ര ആളുകൾ വന്നത് കണ്ട കൃഷ്ണപിള്ള താനും ഒരു നാടകക്കാരനാണെന്നും 500 നാടകങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. അവന്റെ നാടകങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് റെബേക്ക കൃഷ്ണപിള്ളയോട് പറയുന്നുണ്ട്. അത് അവനൊരു അത്ഭുതമായി തോന്നി. റെബേക്കയോട് സംസാരിച്ച് കൃഷ്ണപിള്ളയ്ക്ക് അവളോടൊരു ആകർഷണമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ KPSCയുടെ നാടകം തുടങ്ങുകയാണ്. തോട്ട എറിയാൻ വേണ്ടി സാലിയും കൃഷ്ണപിള്ളയും അവസരം കാത്തു നിൽക്കുകയാണ്. റെബേക്കയുടെ നാടകം കാണുന്ന കൃഷ്ണപിള്ളയ്ക്ക് തന്റെ പാസ്റ്റ് ഓർമ്മ വരുന്നുണ്ട്. റെബേക്ക സ്റ്റേജിൽ അഭിനയിച്ചതുപോലുള്ള കാര്യങ്ങൾ കൃഷ്ണപിള്ളയുടെ ചെറുപ്പകാലത്ത് അവനും അവന്റെ ഫാമിലിക്കും അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഒരു മുതലാളി സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി കൃഷ്ണപിള്ളയുടെ അമ്മയെ തോക്കുകൊണ്ട് അടിച്ചു കൊന്നിരുന്നു. അത് കേസായപ്പോൾ മുതലാളി പോലീസുകാർക്ക് പൈസ കൊടുത്തത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പോലീസുകാരൻ അവർ മരിച്ചത് ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്നു.
ചോദിക്കുന്നു. പേടിച്ച നാട്ടുകാർ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. കൃഷ്ണപിള്ളയുടെ സഹോദരി സീത തന്റെ അമ്മയെ ജന്മി കൊന്നത് അവൾ കണ്ടെന്നു പറയുന്നുണ്ട്. അത് കേട്ട പോലീസുകാരൻ അവളുടെ നെഞ്ചിൽ ചവിട്ടി അവളെ കൊല്ലുന്നു. റെബേക്കയുടെ നാടകം കണ്ട കൃഷ്ണപിള്ള ഇതൊക്കെ ആലോചിച്ച് കുറെ കരയുന്നുണ്ട്. നാടകം കഴിഞ്ഞ ശേഷം റെബേക്ക കൃഷ്ണയുടെ അടുത്ത് വന്ന് നിങ്ങളുടെ പേര് കൃഷ്ണപിള്ള എന്നല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് കൃഷ്ണപിള്ളയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവരും അവനെ ക്രിസ്റ്റഫർ പോത്തൻ എന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. കൃഷ്ണപിള്ള റെബേക്കയെ അവളുടെ ആന്റിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ റെബേക്ക കൃഷ്ണപിള്ളയോട് എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. ഞങ്ങളുടെ പാർട്ടിക്കാര് കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരോടും നിന്നെക്കുറിച്ച് ഒന്നും പറയില്ല എന്നും പറയുന്നു. ആശയപരമായി വ്യത്യാസമുള്ളവരെ മാറ്റി നിർത്തുകയല്ല ചേർത്ത് നിർത്തുകയാണ് കമ്മ്യൂണിസം എന്നും അവൾ അവനോട് പറയുന്നുണ്ട്. കൃഷ്ണപിള്ള അതിനുശേഷം തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ റെബേക്കയുടെ അടുത്ത് പറയുകയാണ്. അതൊക്കെ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ വീണ്ടും നിറയുകയാണ്. റെബേക്ക താൻ അമരാവതി പുഴയുടെ അടുത്ത് വാങ്ങിയ സ്ഥലം അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുന്നുംപുറത്ത് പട്ടയമുള്ള ഭൂമികളിൽ ഒന്നാണ് ഇതെന്നും ഈ ഭൂമിക്ക് വേണ്ടി കുറെ പേർ തന്നോട് ചോദിച്ചിട്ടുണ്ടെന്നും റെബേക്ക പറഞ്ഞു. കുരിശുമലയിൽ പാർട്ടിക്ക് വലിയ പാർട്ടി മന്ദിരവും പള്ളിക്കാർക്ക് പുതിയ പള്ളിയുമാണ് വേണ്ടത്. ശരിക്കും അവിടെ ഒരു സ്കൂളാണ് വേണ്ടതെന്നും റെബേക്ക അവനോട് പറയുന്നുണ്ട്. കുരിശുമലയിൽ സ്കൂൾ വന്നാലും ഇല്ലെങ്കിലും താൻ തന്റെ സ്ഥലത്തൊരു സ്കൂൾ ഉണ്ടാക്കുമെന്ന് അവൾ പറഞ്ഞു. ഇത്രയും സംസാരിച്ച് അവൾ ആന്റിയുടെ വീട്ടിലേക്ക് പോകുകയാണ്. റെബേക്കയുടെ നല്ല മനസ്സിൽ കൃഷ്ണപിള്ള ഭയങ്കര ഇംപ്രസ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റായി ഒന്നും ചെയ്യുന്നില്ല എന്നും അവന് മനസ്സിലായി. രാവിലെ തന്നെ കൃഷ്ണപിള്ള പള്ളിയിലെത്തിയപ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടകം കൃഷ്ണപിള്ള തടയാത്തതിൽ ദേഷ്യത്തിലായിരുന്നു. കൃഷ്ണപിള്ള അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ആരും കേൾക്കുന്നതേയില്ല. കാണിയാർ അച്ഛനും ആ നാട്ടുകാരും അവനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അവൻ ക്രിസ്ത്യാനി അല്ലെന്നും കൃഷ്ണപിള്ളയാണെന്നും മനസ്സിലായിരുന്നു. കൃഷ്ണപിള്ളയെ അച്ഛനും ആ നാട്ടുകാരും അപമാനിച്ചിറക്കി വിടുന്നു. അവൻ വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നുണ്ട്. കൃഷ്ണപിള്ള ആ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി റെഡിയാകുമ്പോഴേക്കും ക്രിസ്റ്റഫർ ആർമിയിലുള്ള കുട്ടികൾ വന്ന് അവനോട് പോകരുതെന്ന് പറയുന്നു. കൃഷ്ണപിള്ള അവരെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ നിന്ന് പോവുകയാണ്. കൃഷ്ണപിള്ളയും സാലിയും ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ വഴിയിൽ റെബേക്കയെ കാണുകയാണ്. പള്ളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവളും അറിഞ്ഞിരുന്നു. കൃഷ്ണപിള്ളയ്ക്ക് അവിടെ നിന്ന് പോകുന്നതിന് വളരെയധികം വിഷമമായിരുന്നു. റെബേക്കയോട് ബൈ പറഞ്ഞ് അവൻ ബസ്സിൽ കയറി പോകുന്നുണ്ട്. റെബേക്ക വേറെ ഏതോ ഒരു ബസ്സിൽ ആലപ്പുഴയ്ക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ അവൾ കൃഷ്ണയുടെ ബസ്സിൽ തന്നെ കയറുന്നു. അവളെ കണ്ട് കൃഷ്ണപിള്ള അത്ഭുതപ്പെടുന്നുണ്ട്. അവർ രണ്ടുപേരുടെയും ഇടയിൽ ഒരു അടുപ്പം ഉണ്ടാവുകയാണ്. റെബേക്ക യാത്ര പറഞ്ഞ് ആലപ്പുഴയ്ക്ക് പോകാനുള്ള ബസ്സിൽ കയറുന്നു. അവൾ അവനൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അവൾക്ക് അവനോട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അവൻ അവളെ നാട്ടിലേക്ക് വിളിക്കുന്നു. റെബേക്ക പോയ ബസ് രേണു രമണ്ണ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. ബസ് തടഞ്ഞു നിർത്തിയ അയാൾ അതിലുണ്ടായിരുന്ന റെബേക്കയെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ആ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് ആളുകളെയും അയാൾ കൊല്ലുന്നുണ്ട്. ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കൃഷ്ണപിള്ള പോയ ബസ്സും വഴിയിൽ തടഞ്ഞ ആരൊക്കെയോ ബോംബ് എറിയുന്നുണ്ട്. അതിൽ കുറെ പേർക്ക് പരിക്കേറ്റിരുന്നു. അവൻ പരിക്കേറ്റവരെയും കൊണ്ട് ആശുപത്രിയിൽ എത്തുകയാണ്. അവിടെ വെച്ച് കുറച്ചു പേരുടെ ഡെഡ് ബോഡി അവൻ കാണുന്നു. ആ ഡെഡ് ബോഡികൾക്കിടയിൽ ഒരു സുപരിചിതമായ മുഖമോ അവൻ കാണുന്നുണ്ട്. അവിടെ റെബേക്ക മരിച്ചു കിടക്കുന്നത് കണ്ട് അവൻ ഞെട്ടുകയാണ്. റെബേക്കയെ ഈ അവസ്ഥയിൽ കണ്ട അവന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയാണ്. അവളുടെ കൂടെ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും അവന്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. റെബേക്ക പോയിരുന്ന ബസ്സിന്റെ കണ്ടക്ടർ അവിടെ എത്തി താൻ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടതാണെന്നും ഒരാൾ ആ ബസ്സിൽ കയറി എല്ലാവരെയും വെടിവെച്ചു കൊന്നുവെന്നും പറയുന്നുണ്ട്. ആ വെടിവെച്ചു കൊന്ന ആളുടെ വേഷം സമരക്കാരനെ പോലെ അല്ലായിരുന്നുവെന്നും അയാൾ വേറെ ഏതൊരു ഭാഷയിലാണ് സംസാരിച്ചതെന്നും പറയുന്നു. CMന്റെ അടുത്ത് കേരളത്തിലുടനീളം കലാപം നടക്കുന്നതിന്റെയും സ്പെഷ്യൽ ഓഫീസേഴ്സ് ആയിട്ടുള്ള പോലീസുകാർ സമരക്കാരെ വെടിവെച്ചു കൊല്ലുന്നതിന്റെയും വാർത്തകൾ എത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പോലീസ് ഫോഴ്സിൽ ഗുണ്ടകളുണ്ടോ എന്ന് CM IG-യോട് ചോദിക്കുന്നുണ്ട്. വിമോചന സമരം ഒരു തെരുവ് യുദ്ധമായി മാറിയിരുന്നു. ഇതിന്റെ എല്ലാം സൂത്രധാരൻ ഈപ്പൻ ഡാനിയലാണ്. CM സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ഈപ്പൻ ഡാനിയൽ ആ ടാസ്ക് ഫോഴ്സിൽ അയാൾ പറയുന്നത് കേൾക്കുന്ന കുറച്ചാളുകളെ ഉൾപ്പെടുത്തി. രേണു രമണ്ണയെ അയാൾ IG-യോട് പറഞ്ഞ് സ്പെഷ്യലായി ഉൾപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെയുള്ള ടാസ്ക് ഫോഴ്സിനെ ഉപയോഗിച്ച് അയാൾ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ കലാപങ്ങൾ സംസ്ഥാനം മുഴുവൻ പടർന്നിരുന്നു. ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ ഹയർ അതോറിറ്റീസ് നടത്തുകയാണ്. ആരൊക്കെയോ ഈ കലാപത്തിന് പിന്നിലുണ്ടെന്ന് CMന് മനസ്സിലായി. ഈപ്പൻ ഡാനിയൽ ഈ നടക്കുന്നതിന്റെ എല്ലാ കാരണങ്ങളും പറയുന്നുണ്ട്. പട്ടേലാർ കുഞ്ഞമ്പു നമ്പ്യാരാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. കാണിയാർ ഗ്രാമത്തിനടുത്തുള്ള തരിയോട്ടുമല പട്ടേലാർ കുഞ്ഞമ്പു നമ്പ്യാരുടെ പൂർവികരുടേതാണ്. ആ മല മുഴുവൻ സ്വർണമാണ്. ആരും അങ്ങോട്ട് വരാതിരിക്കാനാണ് അവിടെ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞു വരുത്തിയത്. 30 വർഷങ്ങൾക്ക് മുൻപ് ആ സ്ഥലം സ്വന്തമാക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ വിളിച്ചു വരുത്തി ഇല്ലാതാക്കിയവനാണ് അയാൾ. അത്ര ക്രൂര മനസ്സിന്റെ ഉടമയാണ്. അയാൾക്ക് നേടാൻ സാധിക്കാതിരുന്ന ഒരേയൊരു സ്ഥലം തരിയോട്ടുമലയായിരുന്നു. ലോകത്തിന്റെ പലയിടത്തും അയാൾക്ക് മലബാർ മൈനിങ് കമ്പനിയുടെ പേരിൽ ഒത്തിരി ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേടിയെടുത്തതിനേക്കാളും സ്വർണം തരിയോട്ടുമലയിൽ ഉണ്ടായിരുന്നു. ആ മല സ്വന്തമാക്കാൻ അയാൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. മൈനിങ്ങിന് പെർമിഷൻ കിട്ടാൻ വേണ്ടി അയാൾ കുറെ പൈസയും ചിലവാക്കിയിരുന്നു. അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നു. മൈനിങ് പ്രൊപ്പോസൽ റിജക്റ്റ് ആക്കി. അതിൽ ദേഷ്യം വന്ന പട്ടേലാർ ഈപ്പൻ ഡാനിയലിന്റെ കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി രേണു രമണ്ണയെ കാണിയാറിലെ സ്പെഷ്യൽ ടാസ്ക് ഓഫീസറാക്കി മാറ്റി. വിമോചന സമരക്കാരിലും സർക്കാരിലും രേണുവിന്റെ ആളുകളെ നിയമിച്ച് സർക്കാരിനെതിരെ പ്രവർത്തിപ്പിച്ചു. റെബേക്ക വാങ്ങിയ സ്ഥലവും ആ തരിയോട്ടുമലയുടെ അടുത്തായിരുന്നു. അവൾ ആ സ്ഥലം വിൽക്കാത്തത് കൊണ്ട് അവർ കുറെ
കുറെ ശ്രമിച്ചിട്ടും അത് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് രേരു രമണ്ണയെ കൊണ്ട് റെബേക്കയെ കൊല്ലിപ്പിക്കുന്നത്. ഇതേസമയം കൃഷ്ണപിള്ളയ്ക്ക് റെബേക്കയെ കൊന്നത് അവളുടെ സ്ഥലം കൈക്കലാക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അവളുടെ കയ്യിൽ തമ്പ് ഇംപ്രഷൻ ചെയ്തതിന്റെ ഇങ്കുണ്ടായിരുന്നു. പട്ടേലാർ കുഞ്ഞമ്പു നമ്പ്യാർ ഈ കലാപം ഉണ്ടാക്കിയത് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. കരിയോത്തുമലയുടെ അടുത്തുള്ള കാണിയാർ എന്ന ഗ്രാമം ഇല്ലാതാക്കി മൈനിങ് ചെയ്യുന്നത് എളുപ്പമാക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. അടുത്ത സീരിയൽ കാണിയാർ ഗ്രാമത്തിന്റെ അടുത്ത ഗ്രാമത്തിലെ കുറച്ച് ചെറുപ്പക്കാർ പോലീസ് സ്റ്റേഷനിൽ എന്തോ കാര്യത്തിനു വേണ്ടി വന്നത് കാണിക്കുന്നു. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ രേരു രമണ്ണയുടെ സംസാരം കേൾക്കുന്നുണ്ട്. കാണിയാറിലെ കുന്നുംപുറത്ത് വിമോചന സമരത്തിന്റെ അവസാന കലാപമുണ്ടാക്കി കുന്നുംപുറം മുഴുവൻ കത്തിക്കാൻ വേണ്ടി അയാൾ ബാക്കിയുള്ള പോലീസുകാർക്ക് ഓർഡർ കൊടുക്കുകയാണ്. ഒരു തരത്തിലും കാണിയാറുകാർക്ക് വേറൊരു സ്ഥലത്തുനിന്ന് സഹായം കിട്ടാതിരിക്കാൻ വേണ്ടി കറണ്ടും ഫോൺ ലൈനും എല്ലാം കട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പേടിച്ച യുവാവ് പെട്ടെന്ന് തന്നെ കാണിയാർ പള്ളിയിലെത്തി മണിമുഴക്കി എല്ലാവരെയും എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് നടക്കാൻ പോകുന്ന കലാപത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ നാട് രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ആ യുവാവ് അവിടെ നിന്ന് പോകുന്നു. കാണിയാറിലുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇടിവെട്ടി പള്ളിക്ക് തീ പിടിക്കുന്നുണ്ട്. എന്തോ മോശമായ കാര്യം നടക്കാൻ പോവുകയാണെന്ന് ആ നാട്ടുകാർക്ക് മനസ്സിലായി. കാണിയാർ അച്ഛൻ നാടിനെ ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണപിള്ള റെബേക്കയുടെ ബോഡിയും കൊണ്ട് കുന്നുംപുറത്തെ അവളുടെ സ്ഥലത്തെത്തുന്നു. അപ്പോൾ ഒരാൾ വന്ന് പോലീസുകാർ ഈ സ്ഥലം കത്തിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. രേരു രമണ്ണയും പോലീസുകാരും കലാപമുണ്ടാക്കാനായി പുറപ്പെട്ടിരുന്നു. റെബേക്കയുടെ ശവമടക്കിനെ എല്ലാവരും ഒത്തുകൂടിയിരുന്നു. നാട്ടുകാരും കാണിയാർ അച്ഛനും എല്ലാവരും കൂടി നാടിനെ രക്ഷിക്കാൻ കൃഷ്ണപിള്ളയുടെ അടുത്ത് പറയുകയാണ്. അയാൾ രക്ഷിച്ചില്ലെങ്കിൽ നേരം ഇരുട്ടി വെളുക്കും മുന്നേ പോലീസുകാരെല്ലാം വന്ന് അവരെ കൊന്നൊടുക്കുമെന്നും പറയുന്നു. അവിടെ താഴ്ന്നതും ഉയർന്നതുമായ ജാതിയിലുള്ള ആളുകളുണ്ട്. എല്ലാവരും ചേർന്ന് ജീവിക്കുകയും ഇന്ന് എല്ലാവരും ചേർന്ന് ആ പോലീസുകാരെ നേരിടണമെന്നും പറയുന്നു. ഒരു ചെറിയ പെൺകുട്ടി വന്ന് കൃഷ്ണപിള്ളയുടെ അടുത്ത് തങ്ങളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവന് സീതയെ ഓർമ്മ വരുന്നുണ്ട്. കൃഷ്ണപിള്ള എന്തു വന്നാലും നാട്ടുകാരെ രക്ഷിക്കണമെന്ന് തീരുമാനമെടുക്കുന്നു. കാരണം അവൻ തോമാപുരവും കാണിയാറും തനിക്കൊന്നാണെന്ന് റെബേക്കയ്ക്ക് വാക്കു കൊടുത്തിരുന്നു. രേരു രമണ്ണയും കൂട്ടരും കാണിയാറിലെത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. അവർ അവിടെയൊക്കെ തീയിടുന്നുണ്ട്. കുറച്ച് പോലീസുകാർ തോണിയിൽ കയറി കുന്നുംപുറത്തെത്തുന്നുണ്ട്. അവിടെ എത്തിയ അവർ ആളുകളെ ഉപദ്രവിക്കുകയും കുടിലുകൾ കത്തിക്കുകയും ചെയ്യുന്നു. കൃഷ്ണപിള്ള പോലീസുകാർക്കെതിരെ നാട്ടുകാരോടൊപ്പം നിന്ന് പോരാടാൻ തുടങ്ങി. കൃഷ്ണപിള്ളയെ സഹായിക്കാൻ വേണ്ടി ജോർജും അവിടെ എത്തുന്നുണ്ട്. കൃഷ്ണപിള്ള പഠിപ്പിച്ച കുട്ടികളും പോലീസുകാരെ എതിരിടാൻ സഹായിക്കുന്നു. പോലീസുകാരുടെ ഒരു ഗ്രൂപ്പിനെ അവർ പോരാടി തോൽപ്പിച്ചപ്പോഴേക്കും രേരു രമണ്ണ അടുത്ത ഗ്രൂപ്പിനെ അവരുടെ അടുത്തേക്ക് അയക്കുകയാണ്. തോക്കുമായി തോണിയിൽ വന്ന അവരെ കുറുമ്മന്മാർ വെള്ളത്തിനടിയിൽ നിന്ന് വീഴ്ത്തുകയാണ്. ഈ സമയം മുഴുവൻ പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും പോലീസുകാർ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി കൃഷ്ണപിള്ള വെള്ളത്തിൽ തീയിടുന്നുണ്ട്. പോലീസുകാർ നാട്ടുകാരെ ആക്രമിച്ച് അവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ആ തീ പിടിച്ച പുഴയിലൂടെ രേരു രമണ്ണയും അവിടേക്ക് എത്തിയിരുന്നു. അയാളെ പുറകിൽ നിന്ന് ആക്രമിച്ച കുറുമ്മനെയും അയാൾ വെടിവെച്ചിട്ടു. രേണുവിന്റെ ഒരു ബുള്ളറ്റ് കൃഷ്ണപിള്ളയ്ക്ക് കൊള്ളുന്നു. റെബേക്കയെ കൊന്നത് രേണു രമണ്ണയാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണപിള്ള അയാളോട് ഏറ്റുമുട്ടുന്നുണ്ട്. രേരുവിന്റെ അടിയേറ്റ് കൃഷ്ണപിള്ള വീഴുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് അയാളെ കീഴ്പ്പെടുത്തി അവൻ വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ്. അവിടെ പാസ്റ്റിലൊരു സീൻ കാണിക്കുന്നുണ്ട്. തന്റെ ചേച്ചിയെ കൊന്ന പോലീസുകാരനെയും കൃഷ്ണപിള്ള ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കി കൊന്നിരുന്നു. അടുത്ത സീനിൽ കാണിയാർ അച്ഛൻ പള്ളിയിലെ കുർബാനയ്ക്കിടയിൽ പ്രസംഗിക്കുന്നതാണ് കാണിക്കുന്നത്. കുന്നംപുറത്തെ ലഹളയിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരെയും അയാൾ സ്മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ റെബേക്കയെ കുറിച്ചും പറയുകയാണ്. അവളുടെ ആഗ്രഹം പോലെ തന്നെ ജാതിമതേന്യേ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സ്കൂൾ ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുന്നു. കുരിശുമലയിൽ പള്ളി പണിയുന്നത് മാറ്റിവെച്ചിട്ടാണ് അവർ അവിടെ സ്കൂൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. കൃഷ്ണപിള്ള പള്ളിച്ചട്ടമ്പിയായി ഈ നാടിന് കാവലായി ഈ മണ്ണ് രക്ഷിക്കാൻ എന്നും ഇവിടെ ഉണ്ടാകുമെന്നും അയാൾ പറയുന്നുണ്ട്. ഈ നാട് നേടിയെടുക്കാൻ വേണ്ടി ഈ നാടിന്റെ ഉടയോൺ വരുമെന്ന് രേരു രമണ്ണ പറഞ്ഞത് കൃഷ്ണപിള്ള ഓർക്കുന്നു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം തലക്കാവേരിയാണ് കാണിക്കുന്നത്. അവിടെ കാവേരി ഉത്സവം നടക്കുന്നുണ്ട്. അവിടേക്ക് നമ്പ്യാർ വരികയാണ്. അവിടേക്ക് കൃഷ്ണപിള്ള വന്ന് നമ്പ്യാരുടെ ആളുകളെ ഓരോരുത്തരായി കൊന്ന് നമ്പ്യാരുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് നമ്പ്യാരെ കൃഷ്ണപിള്ള പേരെടുത്ത് വിളിക്കുന്നു. നമ്പ്യാർക്കെതിരെ കുന്തമെറിഞ്ഞ് അയാളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാൾ കൃഷ്ണപിള്ളയ്ക്കെതിരെ ഒരു തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. തലക്കാവേരിയിൽ നടക്കുന്ന ഈ സീൻ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന മാത്രമാണ്. സെക്കൻഡ് പാർട്ടിൽ കൃഷ്ണപിള്ളയും പട്ടേലാർ കുഞ്ഞമ്പു നമ്പ്യാരും തമ്മിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെയുള്ള പുതിയ മൂവികളുടെ എക്സ്പ്ലനേഷൻ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.